ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ. ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സ്പർശനമേൽക്കുന്നവർ അശുദ്ധരാകും എന്ന് വിധിച്ച് സമൂഹം പുറത്താക്കിയിരുന്ന ഒരു കുഷ്ഠരോഗിയെ യേശു തൊട്ട് സൗഖ്യമാക്കിയ ഒരു സംഭവം മർക്കോസ് 1-ാം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ ചേർത്തിരിക്കുന്നു. യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തിയ കുഷ്ഠരോഗിയെ കണ്ട് യേശു മനസ്സലിഞ്ഞു. യേശു കൈനീട്ടി അവനെ തൊട്ടു. മർക്കോസ് 1:41. ചില പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ മനസ്സലിഞ്ഞു എന്നതിനു പകരം കോപിച്ചു എന്നാണ് ചേർത്തിരിക്കുന്നത്. യേശു കോപിച്ചു. യേശു ആരോടാണ് കോപിച്ചത്? അവൻ കോപിച്ചത് കുഷ്ഠരോഗിയോടല്ല. പിന്നെയോ കുഷ്ഠരോഗിയെ അശുദ്ധൻ എന്ന് മുദ്രകുത്തി വിലക്ക് കൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്ന സമൂഹത്തോടാണ് യേശു കോപിച്ചത്. മനുഷ്യത്വത്തിന് വില കൽപ്പിക്കാതെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങളാണ് യേശുവിനെ കോപാകുലനാക്കിയത്. ദൈവത്തിൻ്റെ സൃഷ്ടിയെ, അതായത് സമസൃഷ്ടങ്ങളെ വിലക്ക് കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന ഏവരോടും യേശു കോപിക്കുന്നു എന്ന് ഈ സംഭവം നമ്മെ ഓർപ്പിക്കുന്നു. തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും ഒരു നാൾ നമ്മുടെ നാട്ടിലും നിലനിന്നിരുന്നു. ഇവിടേക്ക് വന്ന മിഷണറിമാരുടെ പ്രവർത്തനമാണ് അതിന് മാറ്റം വരുത്തിയത്. കൽക്കട്ടയുടെ തെരുവിൽ കിടന്ന കുഷ്ഠരോഗിയെ കൈകളിൽ എടുത്ത് ശുശ്രൂഷിച്ച മദർ തെരേസയെ നാം മറക്കില്ല. എങ്കിലും ഇന്നും തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും മനോഭാവം വെച്ചു പുലർത്തുന്നവർ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. ആത്മാർത്ഥമായി ഒന്ന് പുഞ്ചിരിക്കുന്നതിനോ ആശ്വാസത്തിൻ്റെ ഒരു നോട്ടം നൽകുന്നതിനോ ആശ്വാസവാക്കുകൾ പറയുന്നതിനോ തയ്യാറാകാത്തവർ നമ്മിൽ തന്നെ ഇല്ലേ? വാസ്തവത്തിൽ ഇങ്ങനെയുള്ളവർ മാനസിക കുഷ്ഠരോഗം ബാധിച്ചവരാണ്. ശാരീരികമായി ബാധിച്ചിരിക്കുന്ന കുഷ്ഠം കാണുവാൻ കഴിയും. എന്നാൽ മാനസികമായി കുഷ്ഠം ബാധിച്ചവരെ കണ്ടെത്തുവാൻ പ്രയാസമാണ്. ശാരീരിക കുഷ്ഠം ബാധിച്ചവരും മാനസിക കുഷ്ഠം ബാധിച്ചവരും അശുദ്ധരാണ്. അങ്ങനെയെങ്കിൽ നമ്മിൽ പലരും അശുദ്ധരല്ലേ? എന്തുകൊണ്ടെന്നാൽ നമ്മിൽ പലരും ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നവരാണ്. കുടുംബവുമായിട്ടുള്ള ബന്ധം, മാതാപിതാക്കന്മാരുമായിട്ടുള്ള ബന്ധം, സഹോദരനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയവരൊക്കെ മാനസിക കുഷ്ഠം ബാധിച്ചവരാണ്. കുഷ്ഠരോഗിയെ മാറ്റി നിർത്തിയ സമൂഹത്തോട് യേശു കോപിച്ചുവെങ്കിൽ വിവിധ കാരണങ്ങൾ പറഞ്ഞ് സമസൃഷ്ടങ്ങളെ മാറ്റി നിർത്തുന്ന നമ്മോട് ദൈവം കോപിക്കാതിരിക്കുമോ? നാം ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിയവരോ അതോ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരോ? കർത്താവ് സ്പർശനത്തിൽ കൂടി കുഷ്ഠരോഗിക്ക് നഷ്ടപ്പെട്ട ബന്ധം പുനഃസ്ഥാപിച്ചു. ആരും തൊടാതെ മാറ്റി നിർത്തിയ കുഷ്ഠരോഗിയെ യേശു സ്പർശിച്ചു. ദൈവിക സ്പർശനം ലഭിച്ചപ്പോഴാണ് അവൻ ബന്ധങ്ങളുടെ വില, അതിൻ്റെ സന്തോഷം അനുഭവമാക്കിയത്. അർത്ഥപൂർണമായ സ്പർശനം ആളത്വത്തെ അംഗീകരിക്കുന്നു. കൽക്കട്ടയിൽ തെരുവിൽ കഴിഞ്ഞിരുന്ന അനേക കുഷ്ഠരോഗികളെ കൈകളിൽ കോരിയെടുത്ത് പരിചരിച്ച വിശുദ്ധയായ മദർ തെരേസ ഒരു വെല്ലുവിളിയായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഒറീസയിൽ കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ച് അഗ്നിക്കിരയാക്കപ്പെട്ട ഗ്രഹാം സ്റ്റെയിൻസും നമ്മുടെ മുൻപിൽ ഉണ്ട്. കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ച് കുഷ്ഠരോഗിയായി മരിച്ച ഫാദർ ഡാമിയൻ, അദ്ദേഹത്തെ നമുക്ക് മറക്കുവാൻ കഴിയുമോ? സമൂഹത്തിൽ നിന്നും ഇന്നും മാറ്റി നിർത്തി വ്യക്തിത്വം
നാം ഹനിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന വളരെ വലുതാണ്. ആ വേദന ഇല്ലാതാക്കുവാൻ നമ്മുടെ ഒരു വാക്കോ സ്പർശനമോ മതി. യേശുവിൻ്റെ സ്പർശനം കുഷ്ഠരോഗിയെ ശുദ്ധീകരിക്കുകയും അവൻ്റെ വ്യക്തിത്വത്തെ മാനിക്കുകയും ചെയ്തു. എവിടെ നോക്കിയാലും ബന്ധങ്ങൾ തകർന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. ബന്ധങ്ങൾ പുനഃസൃഷ്ടി ചെയ്യുന്ന ശുശ്രൂഷയാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന് കഴിയണമെങ്കിൽ സഹോദരനിൽ ദൈവമുഖം കാണുവാൻ നമുക്ക് കഴിയണം. യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും പുനഃസമാഗമനത്തെക്കുറിച്ച് പറയുന്നത്, ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഏശാവിൻ്റെ മുഖത്തെ സഹോദരൻ യാക്കോബ് കണ്ടു എന്നാണ്. ഉൽപ്പത്തി 33:10. കുഷ്ഠരോഗികളെ സ്പർശിച്ച് ശുശ്രൂഷിച്ച മദർ തെരേസ പറയുന്നത്, ഈ മനുഷ്യരിൽ ഞാൻ ദൈവത്തിൻ്റെ സ്വരൂപം കാണുന്നു. നമുക്കങ്ങനെ കാണുവാൻ കഴിയണം. അതിന് കഴിയണമെങ്കിൽ നമ്മിൽ ബാധിച്ചിരിക്കുന്ന പാപകുഷ്ഠത്തിൽ നിന്നും മാനസിക കുഷ്ഠത്തിൽ നിന്നും വിടുതൽ ലഭിക്കണം. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, യേശുവിൻ്റെ അടുക്കൽ ചെല്ലുക. യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നവരെ അവൻ സ്പർശിക്കും. അവൻ്റെ സ്പർശനം നമ്മിൽ ഉള്ള കുഷ്ഠരോഗത്തെയും മാനസിക കുഷ്ഠത്തെയും ഇല്ലാതാക്കി നമ്മെ ശുദ്ധീകരിക്കും. കർത്താവിന് ലഭിക്കുന്ന ഈ ശുദ്ധീകരണത്തിന് മാത്രമേ തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിച്ച് സമാധാനം കൈവരുത്തുവാൻ കഴിയൂ. കർത്താവേ, നിൻ്റെ സ്പർശനത്താൽ എന്നിലുള്ള പാപകുഷ്ഠത്തെ നീക്കി ശുദ്ധീകരിക്കണമേ. ബന്ധങ്ങളെ പുനഃസൃഷ്ടി ചെയ്യുന്ന അങ്ങയുടെ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. മെഴുതിരി നാളം തെളിയുമ്പോ നീ എന്നാത്മാവിൽ പ്രകാശമാ, ഇരുളലമൂടും ഹൃദയത്തിൽ നിന്റെ തിരുവചനം ദീപ്തിയാ, കാൽവരിക്കുന്നെൻ മനസ്സിൽ കാണും നിന്നു ഞാൻ, ക്രൂശിതന്റെ സ്നേഹരൂപം ഓർത്തു പാടും ഞാൻ. ഓ എന്റെ സ്നേഹമേ, പ്രാണന്റെ ഗേഹമേ, നിന്നിൽ മറയട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല.